ഹയർ സെക്കൻഡറി കുട്ടികളുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഈ സമയത്ത് ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പാഠഭാഗം എളുപ്പമുള്ളതാക്കാൻ വേണ്ടിയുള്ള ഒരു എളിയ ശ്രമം. നിങ്ങൾക്ക് ഒറ്റ വായനയിൽ കിട്ടാത്ത ഒരു സഞ്ചാര വിവരണ ഭാഗമുണ്ട്. മറ്റാരുടേതല്ല, സഞ്ചാര സാഹിത്യകാരനായ ശങ്കരൻകുട്ടി പൊറ്റക്കാടിൻ്റെ ബദരിയും പരിസരങ്ങളും എന്ന പാഠഭാഗം. അല്പം ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ വൈകാതെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. ശങ്കരൻകുട്ടി പൊറ്റക്കാടിൻ്റെ ബദരിയും പരിസരങ്ങളും. അദ്ദേഹത്തെക്കുറിച്ച് നോക്കുക. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, സഞ്ചാര സാഹിത്യകാരൻ, ഒപ്പം തന്നെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ്. ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ നിങ്ങൾക്ക് പരിചയമുണ്ട്. ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപിള്ള, MD വാസുദേവൻ നായർ, ഒപ്പം SK പൊറ്റക്കാട്, അതുപോലെ ONV കുറുപ്പ്. ഒരു വട്ടം കൂടി പറയാം. ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപിള്ള, SK പൊറ്റക്കാട്, MT വാസുദേവൻ നായർ, ഏറ്റവും ഒടുവിൽ ON വേലുക്കുറുപ്പ്. അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ SK പൊറ്റക്കാടിൻ്റെ കൃതികളെ നമുക്ക് ആദ്യം ഒന്ന് പരിചയിക്കാം. പരീക്ഷ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ മുൻപ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. നോവലുകൾ, യാത്രാവിവരണ ഗ്രന്ഥങ്ങൾ. ആദ്യം നോവലുകളെ നോക്കാം. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, കുരുമുളക്, മൂടുപടത്തിൽ തുടങ്ങിയ നോവലുകൾ. ഒരിക്കൽ കൂടി പറയാം. ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, വിഷകന്യക, കുരുമുളക്, മൂടുപടത്തിൽ തുടങ്ങിയ നോവലുകൾ. അദ്ദേഹം അന്യ പ്രദേശങ്ങളിൽ, രാജ്യങ്ങളിൽ സന്ദർശിച്ച് ആ സന്ദർശനത്തിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ തൻ്റേതായ ഭാഷയിൽ ലാളിത്യത്തോടെ വായനക്കാരന് വേണ്ടി വിവരിക്കുന്ന യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പാതിരാസൂര്യൻ്റെ നാട്ടിൽ, സിംഹഭൂമി, ബാലിദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, നൈൽ ഡയറി, ഇന്തോനേഷ്യൻ ഡയറി തുടങ്ങിയവ. ഒന്നുകൂടി പറയാം. പാതിരാസൂര്യൻ്റെ നാട്ടിൽ, കാപ്പിരികളുടെ നാട്ടിൽ, ബാലിദ്വീപ്, ഇന്തോനേഷ്യൻ ഡയറി, നൈൽ ഡയറി തുടങ്ങിയ സഞ്ചാര സാഹിത്യ ഗ്രന്ഥങ്ങൾ. പാഠഭാഗം ഹിമാലയ സാമ്രാജ്യത്തിൽ എന്ന സഞ്ചാര സാഹിത്യ ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി സഞ്ചാര സാഹിത്യ പാഠഭാഗത്തിലേക്ക് കടക്കും മുമ്പ് സഞ്ചാര സാഹിത്യ ഗ്രന്ഥങ്ങൾ അഥവാ യാത്രാ വിവരണ ഗ്രന്ഥങ്ങളുടെ പൊതുവായ സവിശേഷത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പരീക്ഷയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. സൂക്ഷ്മമായ വിവരണം. സഞ്ചാര സാഹിത്യ ഗ്രന്ഥങ്ങളുടെ ഒന്നാമത്തെ ഗുണവിശേഷം വളരെ സൂക്ഷ്മതയോടെയുള്ള വിവരണം. കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ മനസ്സിൽ തങ്ങി നിന്ന് വായനക്കാർക്ക് ഹൃദ്യമായ ഒരു അനുഭവമായി വളരെ സൂക്ഷ്മതയോടെ അത് വിവരിക്കുന്നതിൽ ഉള്ള പാഠവുമാണ് ഒരു സഞ്ചാര സാഹിത്യകാരനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത്. നിങ്ങൾക്കറിയാം, സന്തോഷ് ജോർജ് കുളങ്ങര ഇടുന്ന സഞ്ചാര സാഹിത്യ വിവരണങ്ങൾ കുട്ടികളിൽ പലരും ശ്രദ്ധിക്കാറുണ്ട്. 2, ഹൃദയസ്പർശിയായ അവതരണം, മനസ്സിനെ സ്പർശിക്കുന്ന വിധത്തിലുള്ള പ്രസന്റേഷൻ, അവതരണ രീതി. 3, ആത്മാംശം കലർന്ന പ്രതിപാദനം, സഞ്ചരിക്കുന്ന വ്യക്തിയോടൊത്ത് വായനക്കാരനും ആ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു ഇഫക്റ്റ്, ഫലം ഉണ്ടാക്കിയെടുക്കുക. ആത്മാംശം കലർന്ന പ്രതിപാദന രീതി. അടുത്തത് പ്രത്യക്ഷ അനുഭവ പ്രതീതി. പല കുട്ടികൾക്കും ഒരു പുതിയ പദമാണിത്, പ്രത്യക്ഷ അനുഭവ പ്രതീതി. കാര്യങ്ങൾ നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി ഉണ്ടാവുക. വളരെ അകലെയുള്ള ഭൂഖണ്ഡങ്ങൾ, ആഫ്രിക്കയിലെയോ ഓസ്ട്രേലിയയിലെയോ യൂറോപ്പിലോ ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ കണ്ട് അതിനുശേഷം യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ നാം മനസ്സുകൊണ്ട് ആ പ്രദേശത്തെത്തിയൊരു അവസ്ഥ വിശേഷം സംജാതമാക്കുക. വളരെ മിടുക്കരായ എഴുത്തുകാർക്ക് മാത്രം സാധിക്കുന്ന ഒന്ന്. ഒന്നുകൂടി നോക്കുക.
സഞ്ചാര സാഹിത്യകൃതികളുടെ സവിശേഷതകൾ: സൂക്ഷ്മമായ വിവരണം, ഹൃദയസ്പർശിയായ അവതരണ രീതി, ആത്മാംശം കലർന്ന പ്രതിപാദനം, പ്രത്യക്ഷ അനുഭവ പ്രതീതി. ഇനി നമ്മൾ ബദരിയും പരിസരങ്ങളും എന്ന പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ പാഠത്തെ കുറിച്ച് ഒരു ചെറിയ എത്തിനോട്ടം മാത്രം. 1966 സുഹൃത്തുക്കളായ എം പിമാർക്കൊപ്പം എസ് കെ പൊറ്റക്കാട് ഹിമാലയ പ്രാന്ത പ്രദേശങ്ങളിലേക്ക്, ഹിമാലയ താഴ്വരയുടെ ആ പ്രദേശങ്ങളിലേക്ക് ഒരു സഞ്ചാരം നടത്തി. പ്രധാനമായിട്ടും കേദാർനാഥ്, ബദരിനാഥ് തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ ആ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ഭാഗമായിട്ട് അവർ അളകനന്ദയുടെ കരയിലുള്ള വിശാലമായ മൈതാനത്തിന് അരികിലെത്തി. അവരുടെ ട്രക്ക് നിർത്തി. അവിടെ പട്ടാള ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെ കാണാതിരുന്നുകൊണ്ട് അവർ മുൻപിൽ കണ്ട ഒരു കെട്ടിടത്തിൻ്റെ വരാന്തയിൽ കയറിയിരിപ്പായി. താഴേക്ക് നോക്കിയപ്പോൾ അവർ മനോഹരമായ പല കാഴ്ചകൾ കണ്ടു. ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് വായിക്കുന്നുണ്ട്. അവിടെ കണ്ട ആ അലുമിനിയം വീടുകൾ, അലുമിനിയം ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച വീടുകളുടെ പ്രത്യേകത നാം പാഠഭാഗത്ത് വായിക്കുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ച് സമയം അവിടെ ചെലവഴിച്ചപ്പോൾ അവരുടെ കണ്ണുകൾക്ക് ആ കാഴ്ച കിട്ടി. ബദരികാശ്രമം പൗരാണിക സ്മരണകളുടെ ഒരു പൂങ്കാവനം എന്നാണ് എസ് കെ പൊറ്റക്കാട് ഈ ബദരിക ആശ്രമത്തെ വിശേഷിപ്പിക്കുന്നത്. വേദവ്യാസനായ കൃഷ്ണദ്വൈപായനൻ ശിഷ്യഗണങ്ങളോടൊത്ത് വേദങ്ങൾ ശേഖരിച്ചതും സഞ്ചയിച്ചതും പകുത്തതും അവിടെയുള്ള ഒരു ഗുഹയിൽ വെച്ചായിരുന്നു. മഹാഭാരതം വിരചിതമായത് ആ ബദരിക ആശ്രമത്തിൽ വെച്ച് തന്നെയാണ്. പ്രിയ കുട്ടികളെ, ബദരിക ആശ്രമത്തിൻ്റെ പ്രത്യേകതകൾ കൃത്യമായിട്ട് പാഠപുസ്തകത്തിൽ ഒരു ഖണ്ഡികയിൽ വിവരിക്കുന്നുണ്ട്. അത് ഹൃദിസ്ഥമാക്കാൻ മറക്കരുതേ. പരീക്ഷയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ബദരിക ആശ്രമത്തിൻ്റെ സവിശേഷതകൾ ലേഖകൻ വിവരിക്കുന്നത് എങ്ങനെ? 1-2 ആശയം വീണ്ടും ആവർത്തിച്ച് പറയാം. പൗരാണിക സ്മരണകളുടെ ഒരു പൂങ്കാവനം എന്ന് വിശേഷിപ്പിക്കാം. വേദവ്യാസനായ കൃഷ്ണദ്വൈപായനൻ അവിടെ വെച്ചാണ് വേദങ്ങൾ സഞ്ചയിച്ചത്, ശേഖരിച്ചത്. ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം. അതുപോലെ അവ പകുത്തതും അവിടെയുള്ള ഒരു ഗുഹയിൽ വെച്ചിട്ടാണ്. പിന്നെ നാം കാണുന്നു മഹാഭാരതം രചിക്കപ്പെട്ട പ്രദേശവും അവിടെ തന്നെയാണ്. നമ്മൾ മുൻപ് പഠിക്കുന്നുണ്ട്, ശ്രീശങ്കരാചാര്യർ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ദ്വാരക, ബദരി, ശൃംഗേരി, പുരി. ആ ബദരിയിലെ ആശ്രമം അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്, ആ മഠങ്ങൾ, ആശ്രമങ്ങൾ. അവിടെ കണ്ട കാഴ്ചകൾ അവരെ ഇങ്ങനെ അതിൽ ലയിച്ചു നിൽക്കുമ്പോൾ അവരാകെ ക്ഷീണിതരായി. യാത്രാക്ഷീണമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുൻപിലേക്ക് സൂര്യപ്രകാശ് എന്ന ഒരു പട്ടാളക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. അയാൾ അല്പം ക്ഷീണിതനാണ്. അയാൾ ആഗതരോട് ക്ഷമാപണം നടത്തി അവരെ കൊണ്ടുചെന്ന് മുറി തുറന്ന് ഒരു കിടക്കയും അത്യാവശ്യം കസേരയും മേശയൊക്കെയുള്ളൊരു മുറിയിലേക്ക് എത്തിച്ചു. അവർക്ക് വേണ്ട ഉച്ചഭക്ഷണം റെഡിയാക്കി. ആ ഉച്ചഭക്ഷണം ശങ്കരൻകുട്ടി പൊറ്റക്കാടും കൂട്ടിയും കഴിക്കുന്നതിനിടയിൽ സൂര്യപ്രകാശ് താൻ താമസിക്കാൻ അല്പം വൈകിയതിൻ്റെ കാരണം അവരെ അറിയിച്ചു. അയാളുടെ പേര് സൂര്യപ്രകാശ് എന്നാണ്. അതിർത്തിയിൽ ഉള്ള മാനാപാസ് ഗ്രാമത്തിലെ ഒരു നിരീക്ഷണ പോസ്റ്റിൻ്റെ സ്ഥലം പരിശോധിക്കാൻ പോയി. അല്പസമയം വൈകിയതുകൊണ്ട് രാത്രി അവിടെ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. കൈവശമുണ്ടായിരുന്ന ആ സ്ലീപ്പിംഗ് ബാഗ് സൂര്യപ്രകാശ് തുറന്നു. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടി കിടക്കാൻ തുടങ്ങി. ക്ഷീണം കൊണ്ട് ആ പട്ടാളക്കാരൻ ഉറങ്ങിപ്പോയി. ഉണരാൻ വൈകി. എപ്പോഴാണ് ഉണർന്നതെന്ന് ഓർമ്മയില്ല. ഉണർന്നപ്പോൾ തൻ്റെ ശരീരത്തിലേക്ക് ഒരു ഭാരം ഞെരുങ്ങി അമരുന്നതായിട്ട് സൂര്യപ്രകാശിന് തോന്നി. എന്താണ് സംഭവിച്ചത് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായില്ല. പട്ടാളക്കാരാകുമ്പോൾ അല്പവും ഭയമില്ല. പക്ഷേ അദ്ദേഹത്തിന് ബോധ്യമായി രാത്രിയിലുണ്ടായ ഹിമപാതത്തിൽ താൻ ഉറങ്ങിയിരുന്ന ആ സ്ലീപ്പിംഗ് ബാഗ് ഐസ് പോലെയായി, മഞ്ഞ് കട്ടി കൂടി അവിടെ അങ്ങനെ പെട്ടു. മനോധൈര്യം കളയാതെ അദ്ദേഹം കുറേ നേരത്തെ ശ്രമത്തിന്
ഒടുവിൽ സാഹസികമായി ആ മഞ്ഞിൻ കൂടാരത്തിൽ നിന്ന് സ്ലീപ്പിംഗ് ബാഗ് കഷ്ടിച്ച് തുറന്ന് അതിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോൾ താൻ ഈ യാത്രക്കാരെ സ്വീകരിക്കാൻ അല്പം വൈകിയതിൽ ക്ഷമാപണം നടത്തി. സൂര്യപ്രകാശ് പറഞ്ഞ ഈ കഥ കേട്ട് എസ് കെ പൊറ്റക്കാടും കൂട്ടിയും ആകെ സംഭ്രമിച്ചു. ദൈവമേ, സാധാരണക്കാരായ ആളുകൾ ഈ ഒരു അവസ്ഥയിൽപ്പെട്ടാൽ എന്തുമാത്രം ഭയന്ന് ചിലപ്പോൾ ജീവൻ പോലും അപകടത്തിലായേക്കാവുന്ന ഒരു ഘട്ടമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ സൂര്യപ്രകാശ് ആവട്ടെ ഒരു നിസ്സാരമായ ജലദോഷം പിടിപെട്ടു, ചുമ പിടിപെട്ടു, പനി പിടിപെട്ടു എന്ന രീതിയിൽ വളരെ ശാന്തനായിട്ടാണ് ആ സംഭവം അവരോട് വിവരിച്ചത്. ഇത് കേട്ടപ്പോൾ നമ്മുടെ അതിർത്തി കാക്കുന്ന ജവാന്മാരുടെ ഭടന്മാരുടെ ചങ്കൂറ്റവും ത്യാഗബുദ്ധിയും അർപ്പണ മനോഭാവവും എത്ര വലുതാണ് എന്ന് ഈ അവസരത്തിലാണ് ലേഖകന് ഓർമ്മ വന്നത്. മഞ്ഞുകാലം വരുമ്പോൾ ലേഖകൻ കൃത്യമായിട്ട് പാഠത്തിൻ്റെ അവസാനം ഒരു വാചകം നൽകുന്നു. വായനക്കാരുടെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു വാചകം. മഞ്ഞുകാലം വരുമ്പോൾ അതിങ്ങനെയാണ്: മഞ്ഞുകാലം വരുമ്പോൾ ബദരീനാരായണ പൂർത്തി പോലും അവിടെ നിന്ന് താഴെ നിലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകും. ബദരി നാരായണ മൂർത്തി പോലും, ബദരി ആശ്രമത്തിലെ നാരായണ മൂർത്തി പോലും അവിടെ നിന്ന് താഴെ നിലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകും. തണുപ്പ് സഹിക്കാനാവാതെ ദേവൻ വരെ ആ ബദരിയിൽ നിന്ന് ക്ഷേത്രത്തിൽ ഇറങ്ങി താഴെ പോയി വസിക്കും. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് അന്നും കൊടും തണുപ്പിലും കാവൽ നിൽക്കുന്ന നമ്മുടെ പട്ടാളക്കാരെ, ജവാന്മാരെ അല്ലേ നാം ഈ ദേവന്മാരെക്കാൾ കൂടുതൽ വണങ്ങേണ്ടത് എന്ന ചോദ്യത്തോടെയാണ് ലേഖകൻ ഈ പാഠം അവസാനിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പറഞ്ഞ ഒരു ആശയം ഒരിക്കൽ കൂടി പറയാം. ഈ വാചകം പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. മഞ്ഞുകാലം വരുമ്പോൾ ബദരീ നാരായണ മൂർത്തി പോലും അവിടെ നിന്ന് താഴെ നിലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകും. തണുപ്പ് താങ്ങാനാവാതെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ബദരീനാരായണ മൂർത്തി വരെ രക്ഷപ്പെടാൻ ശ്രമിച്ചേക്കാം. അപ്പോഴാണ് ഈ പട്ടാളക്കാർ ഇതൊന്നും വകവയ്ക്കാതെ കൊടും തണുപ്പിലും അവർ കാവൽ ഭടന്മാരായിട്ട് നമ്മളൊക്കെ സുഖമായി നിദ്ര കൊള്ളുമ്പോൾ നമ്മുടെ നാടിനെ അവർ സംരക്ഷിക്കുന്നത്. ജവാന്മാരോടുള്ള അവർ ചെയ്യുന്ന ആ ത്യാഗത്തെക്കുറിച്ച്, സേവന മനോഭാവത്തെക്കുറിച്ച്, സേവനങ്ങളെക്കുറിച്ച് ഇന്ത്യക്കാരായ നാം നന്ദിയുള്ളവരാകണം. പട്ടാളക്കാർ സ്വന്തം കുടുംബവും നാടും വീടും ഉപേക്ഷിച്ച് രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങളെ ലേഖകൻ ആ സേവനങ്ങൾക്ക് മുമ്പിൽ നമിക്കുന്നു. നമുക്കും പട്ടാളക്കാരോട്, നമ്മുടെ നാട് സംരക്ഷിക്കുന്ന ജവാന്മാരോട് നമ്മുടെ ആദരം അറിയിക്കാം. പ്രിയ കുട്ടികളെ, ബദരിയും പരിസരങ്ങളും എന്ന പാഠഭാഗത്തിൽ നിന്ന് പരീക്ഷയെ സംബന്ധിച്ച് സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. യാത്രാ വിവരണ ഗ്രന്ഥത്തിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതകൾ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു. സൂക്ഷ്മമായ വിവരണം, ഹൃദയസ്പർശിയായ അവതരണം, ആത്മാംശം കലർന്ന പ്രതിപാദനം, പ്രത്യക്ഷാനുഭവ പ്രതീതി. സൂക്ഷ്മമായ വിവരണം, ഹൃദയസ്പർശിയായ അവതരണം, ആത്മാംശം കലർന്ന പ്രതിപാദനം, പ്രത്യക്ഷാനുഭവ പ്രതീതി. 2 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ചോദ്യങ്ങൾ രൂപത്തിലാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആശയങ്ങൾ മാത്രം കൃത്യമായിട്ട് എഴുതുക. അതിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞ ആശയം പ്രത്യക്ഷാനുഭവ പ്രതീതി, കാര്യങ്ങൾ നമ്മൾ നേരിൽ പോയി കാണുന്ന ഒരു അനുഭവം വായനക്കാരിലേക്ക് എത്തിക്കുക. ഈ 4 ഗുണങ്ങളാണ് പ്രധാനമായിട്ടും സഞ്ചാര സാഹിത്യകൃതികൾക്കുണ്ടായിരിക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ മനസ്സിന് യുക്തമെന്ന് തോന്നുന്ന 1-2 ഗുണങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ബദരിക ആശ്രമത്തിൻ്റെ സവിശേഷതകൾ പാഠഭാഗത്ത് ഒരു ഖണ്ഡികയിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ഇവിടെയാണ് കൃഷ്ണദ്വൈപായനൻ, വേദവ്യാസനായ കൃഷ്ണദ്വൈപായനൻ വേദങ്ങൾ സഞ്ചയിച്ചത്, പകുത്തത്, അതുപോലെ മഹാഭാരതം രചിക്കപ്പെട്ടത് തുടങ്ങിയ ബദരിക ആശ്രമത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കുന്നു. അത് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒപ്പമുള്ള മറ്റ് സാഹിത്യകാരന്മാർ, മലയാള സാഹിത്യകാരന്മാർ ആരെല്ലാമാണ് ജ്ഞാനപീഠ ജേതാക്കൾ? ഉത്തരം പറയാം. ജി ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപ്പിള്ള,
എസ്.കെ. പൊറ്റക്കാട്, എം.ടി. വാസുദേവൻ നായർ, ശ്രീ ഒ.എൻ.വി. കുറുപ്പ്. ഒരിക്കൽ കൂടി പറയാം. ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ മലയാളികളായവർ ആരല്ല? മലയാള എഴുത്തുകാർ: ജി. ശങ്കരക്കുറുപ്പ്, തകഴി ശിവശങ്കരപിള്ള, ശങ്കരൻകുട്ടി പൊറ്റക്കാട്, എം.ടി. വാസുദേവൻ നായർ, ഒ.എൻ. വേലുക്കുറുപ്പ്. ഏറ്റവും ഒടുവിലത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ബദരിയും പരിസരങ്ങളും എന്ന പാഠഭാഗത്ത് ഹൃദയസ്പർശിയായി നിങ്ങൾക്ക് തോന്നിയ ഏതെങ്കിലും ഒരു അനുഭവം വിവരിക്കാമോ? പാഠഭാഗത്ത് വായനക്കാരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സംഭവമാണ് സൂര്യപ്രകാശ് എന്ന പട്ടാളക്കാരൻ എസ്.കെയോടും കൂട്ടരോടും വിവരിച്ചത്. ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതു ചെറിയ അനുഭവം നിങ്ങൾക്ക് വിവരിക്കാം. സമയക്കുറവ് മൂലം നമുക്ക് ഏവർക്കും ഹൃദയസ്പർശിയായി തോന്നുന്ന ഒരു സംഭവം പാഠത്തിന്റെ അവസാന ഭാഗത്ത് വിവരിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശ് എന്ന പട്ടാളക്കാരൻ ഈ യാത്രികരെ എതിരേറ്റ് സ്വീകരിക്കേണ്ട വ്യക്തി അല്പം വരാൻ വൈകി. അദ്ദേഹം അതിൻ്റെ കാരണം വിവരിക്കുന്നുണ്ട്. ആ വിവരണം വായനക്കാരൻ്റെ മനസ്സിനെ സ്പർശിക്കുന്ന വിധത്തിലാണ്. ഒരു ഹിമപാതത്തിൽ നിന്ന് അത്ഭുതകരമായി സൂര്യപ്രകാശ് രക്ഷപ്പെട്ടത് എങ്ങനെ, അത് കൃത്യമായിട്ട് അദ്ദേഹം വിവരിക്കുന്നു. പട്ടാളക്കാരനായതുകൊണ്ട് ഉൾക്കരുത്തോടെ, മനക്കരുത്തോടെ അദ്ദേഹം അതിനെ നേരിട്ടു. വായിക്കുന്ന നമ്മൾക്കാണ് ആ പട്ടാളക്കാരൻ്റെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭയം കൊണ്ട് വിറച്ച് മരിച്ചു പോകുമായിരുന്നു ചിന്തിക്കുന്നത്. പട്ടാളക്കാരോടുള്ള ആദരവ്, അവരുടെ ത്യാഗബുദ്ധി ഒക്കെ ലേഖകൻ നമ്മളോട് ആ പാഠത്തിൻ്റെ അവസാനം പങ്കുവെക്കുന്നതിനും ഈ സൂര്യപ്രകാശിൻ്റെ അനുഭവമാണ് പ്രചോദകമായത്. ഏവർക്കും പരീക്ഷയ്ക്ക് ഭാവുകങ്ങൾ നേരുന്നു. നന്ദി, നമസ്കാരം.